ചെമ്പനീർ പൂവിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചി കൂട്ടുകാരോട്, അതായത് ഈച്ചനെയും ടീമിനോടൊക്കെ പറയുന്നുണ്ട്, വരാൻ പൊക്കോളാം രഹസ്യമായിട്ട് പറയുന്നുണ്ട്. വെള്ളം അടിക്കണം, നീ ഇനി ചെലവ് ചെയ്യണ്ടേന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഏറ്റു, നിങ്ങൾ പൊക്കോളാൻ പറയുന്നുണ്ട്. അതിനുശേഷം സച്ചി എന്തായാലും മുത്തശ്ശിയുടെ കണ്ണ് വെട്ടിച്ച് അങ്ങോട്ട് പോകുന്നുണ്ട്. അവിടെ ചെന്ന് ഒരു ആൽത്തറയിൽ കിടന്ന് എല്ലാവരും കൂടെ നല്ല ചിരിയും കളിയും തമാശയൊക്കെ ഒരുപാട് നാളുകൾക്ക് ശേഷം കൂട്ടുകാരന്മാരെ കണ്ടൊരു സന്തോഷമാണ് സച്ചിന്റെ മുഖത്ത്. സച്ചിന് കല്യാണം കഴിച്ചതിനെ ഒരു കളിയാക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞ ആളാണ്, എന്നിട്ട് ഇപ്പൊ കല്യാണം കഴിച്ചു വന്നേക്കണ്, ഇനിയിപ്പൊ പെണ്ണിനെ പേടിച്ച് നീ ഇനി മൊബൈൽ പോരും ഓഫ് ചെയ്ത് വെക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അങ്ങനത്തെ ആളല്ലടാ ഞാൻ പറഞ്ഞില്ലേ, ഒരു അബദ്ധവശാലും അങ്ങനെ സംഭവിച്ചു പോയതെന്ന്, അല്ലാതെ ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചതൊന്നല്ല എന്നും സച്ചി പറയുന്നുണ്ട്. ആ സമയത്ത് വേറൊരു കൂട്ടുകാരൻ വിവാഹം കഴിച്ച് പെണ്ണിനെ പേടിച്ചിട്ട് ഇവരുടെ കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. അതിനെപ്പറ്റി സച്ചിയോട് പറയുന്നുണ്ട്. അവൻ തീരെ വരാറില്ല, വിളിച്ചാലും ഫോൺ സ്വിച്ച് ഓഫ് ഇടുന്നൊക്കെ പറഞ്ഞു. ഇന്നിപ്പോ നീ വന്നെന്ന് അറിഞ്ഞപ്പോ നിന്നെ കാണാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ആ കൂട്ടുകാരൻ വരുന്നുണ്ട്. അപ്പൊ സച്ചി അവന്റെ അടുത്തേക്ക് ചാടി എഴുന്നേറ്റ് ചെന്ന് ചോദിക്കുന്നുണ്ട്, എന്താടാ നീ നിന്റെ ഫ്രണ്ട്സിനെ കാണാൻ വരുന്നില്ല എന്ന് പറഞ്ഞല്ലോ, നീ പെണ്ണ് കെട്ടിയോടുകൂടി ഇങ്ങനെയൊക്കെ ആയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. രേവതി ആണെങ്കിൽ സച്ചിനെ അന്വേഷിച്ച് വന്ന് അവിടെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ രേവതി കേൾക്കുന്നുണ്ട്. രേവതി കേൾക്കണ കാര്യം സച്ചിക്ക് അറിയില്ല. എടാ, പെണ്ണൊക്കെ ഇന്ന് വന്നതാണ്. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഫ്രണ്ട്സ് ജീവിതകാലം മുഴുവൻ ഉണ്ടാവും. നമ്മളെ കുട്ടിക്കാലത്തുള്ള കൂട്ടുകെട്ടല്ലേ, അപ്പൊ ഇവരെ മറന്ന് നീ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ, എടാ നീ ഇപ്പൊ പെണ്ണ് കെട്ടിയല്ലേ ഉള്ളൂ, കുറച്ച് നാളെ കഴിയുമ്പോ നിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കോടാ, നീ നിന്റെ പെണ്ണിനെ പേടിച്ചിട്ട് നീയും കൂട്ടുകാരന്മാരായിട്ടൊന്നും കമ്പനി കൂടാനും മറ്റൊന്നും പോകില്ല എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ അത്തരക്കാരനല്ല, എനിക്ക് പെണ്ണിനൊന്നും ഒരു പേടിയില്ല എന്നൊക്കെ പറയുമ്പോൾ രേവതി ഇങ്ങനെ കണ്ണുരുട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം എന്നാ ശരി നമുക്ക് സ്മോൾ അടിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോ, എടാ വേണ്ട എന്ന് കണ്ട അവനെ അപ്പോഴത്തേനും പേടിയായി എന്ന് പറഞ്ഞപ്പോൾ, എനിക്ക് അവളെ ഒന്നും പേടിയില്ല, അവൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, എനിക്ക് പേടി മുത്തശ്ശിനെ, മുത്തശ്ശി വഴക്ക് പറയോടാ എന്ന് പറഞ്ഞപ്പോൾ, ആ ആ എന്നാ സാരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് തന്നെ രേവതി അങ്ങോട്ട് വരുന്നുണ്ട്. രേവതിനെ കാണുമ്പോൾ സച്ചി ദേഷ്യപ്പെടുന്നുണ്ട്. നിന്നോട് ആര് പറഞ്ഞു എന്റെ ഫ്രണ്ട്സുകളുടെ അടുത്തേക്ക് വരാന്ന് പറഞ്ഞപ്പോൾ, ഞാൻ നിങ്ങളെ അന്വേഷിച്ച് വന്നതല്ല, മുത്തശ്ശി എന്നെ പറഞ്ഞയച്ചതെന്ന് നിങ്ങളെ വിളിക്കാൻ പറഞ്ഞപ്പോൾ, നീ പൊക്കോ ഞാൻ വരാന്ന് പറഞ്ഞു. കൈയോടെ കൂട്ടിക്കൊണ്ട് ചെല്ലാനാണ് മുത്തശ്ശി പറഞ്ഞേക്കണേ, അല്ലെങ്കിൽ മുത്തശ്ശി ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞപ്പോൾ സച്ചി വേഗം ചെരുപ്പൊക്കെ ഇട്ട് പോകുന്നുണ്ട് രേവതിയുടെ കൂടെ. പോണ വഴിക്ക് രേവതി ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ ആസ്വദിച്ച് നിൽക്കുന്നുണ്ട്. അപ്പൊ രേവതിയോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ മുത്തശ്ശിയുടെ ഗ്രാമമൊക്കെ നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചപ്പോൾ, നല്ല അടിപൊളി, പട്ടണത്തിൽ നിന്ന് വന്ന പോലെ, പട്ടണത്തിലെ പോലെ ഒന്നല്ല, നല്ല ഭാഗങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ രേവതിയും പറയുന്നുണ്ട്. ആ സമയത്ത് നല്ല പുഴയും കാര്യങ്ങളൊക്കെ. ഇനി ഒരാള് കാറിൽ നിന്ന് വന്ന് ഒരു കുപ്പി വലിച്ചെറിഞ്ഞ് കണ്ടപ്പോൾ രേവതിക്ക് ദേഷ്യം വരുന്നുണ്ട്. രേവതി ആ കുപ്പി അയാളെ കൊണ്ട് എന്നെ എടുപ്പിച്ച് തിരിച്ച് കൊണ്ടുപോകുന്നുണ്ട്. വേസ്റ്റ് ബോക്സ് എവിടെയെന്ന് വെച്ചാൽ അവിടെ പോയി കഴിഞ്ഞിട്ട് ഇത് കളയണം, നിങ്ങൾക്ക് വേസ്റ്റ് ബോക്സ് ഒരിക്കലും കണ്ടില്ല കുട്ടി എന്ന് പറഞ്ഞപ്പോൾ, നിങ്ങൾക്ക് വിശന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വഴിയരിയിലുള്ള പുല്ലുകളൊന്നും അല്ലല്ലോ ഭക്ഷണമായിട്ട് കഴിക്കുന്നത്, നിങ്ങൾ ഹോട്ടലിൽ തേടി പോകില്ലേ, അതുപോലെ വേസ്റ്റ് കുപ്പി ഇടുന്ന സ്ഥലം അന്വേഷിച്ച് പോകണം എന്നൊക്കെ പറയുമ്പോൾ അയാൾ സോറി ഒക്കെ പറഞ്ഞു പോകുന്നുണ്ട്. രേവതി അങ്ങനെ ചെയ്തപ്പോ സച്ചിക്ക് രേവതിയോട് ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ വഴി നീളെ രണ്ടുപേരും കൂടെ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തല്ലും മുന്തും. രേവതിനെ അങ്ങോട്ട് തട്ടും, രേവതി ഇങ്ങോട്ട് തട്ടും. അങ്ങനെ അവിടെ മുത്തശ്ശിയുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ശ്രീനെയാണ്. ശ്രീക്ക് ഹോട്ടലിൽ ജോലി കിട്ടിയിട്ടുണ്ട്. പുതിയ ഡിഷൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവിടുത്തെ സ്റ്റാഫുകൾക്കൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഓണർ വരുമ്പോൾ ഓണർക്കും കൊടുക്കുന്നുണ്ട്. നന്നായി, നല്ല ഭക്ഷണമാണ്, നീ എന്നും നിനക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കിക്കോ, എന്നിട്ട് നമുക്കത് പുതിയ പുതിയ ബിസിനസ്സായി ആരംഭിക്കാം, നിന്റെ ഇഷ്ടത്തിന് നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാന്നൊക്കെ പറഞ്ഞ് ഓണറും നമ്മുടെ ശ്രീനെ അഭിനന്ദിക്കുന്നൊക്കെ ഉണ്ട്. പിന്നീട് ശ്രീയുടെ ശത്രു ആ പെൺകുട്ടീനെയാണ് കാണിക്കുന്നത്. അവൾ ജോലിക്ക് പോകാൻ നിൽക്കണ്, ഡബിങ് ആർട്ടിസ്റ്റാണ്, 3 സീരിയലിന്റെ വർക്ക് ഉണ്ട് എന്നൊക്കെ അമ്മനോട് പറയുന്നുണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ പറഞ്ഞു, ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കല്യാണ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മയും മോളും അച്ഛനൊക്കെ തമ്മിൽ ചെറിയ ചെറിയ വഴക്കുകളൊക്കെ കൂടുന്നുണ്ട്. ശ്രീനായിട്ട് വഴക്കുണ്ടാക്കിയ കാര്യം പറയുമ്പോൾ അവൻ വരും, ആരെന്നുവെച്ചാൽ ആ സമയത്ത് വന്ന് നിന്റെ കാല് പിടിക്കും, നീ അതേപ്പറ്റി ആലോചിക്കണ്ട, അതിനുള്ള വഴികളൊക്കെ അച്ഛൻ ചെയ്തേക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് രേവതിക്കും സച്ചിക്കുള്ള ഭക്ഷണം വിളമ്പണ്. രണ്ടുപേരും മേലെയൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. രേവതിനോട് സച്ചിക്കുള്ള ഭക്ഷണം വിളമ്പാൻ പറയുന്നുണ്ട്. അങ്ങനെ സച്ചി എല്ലാ ഭക്ഷണങ്ങളും രേവതി വിളമ്പുന്നുണ്ട്. അതിനുശേഷം രേവതിക്കുള്ള ഭക്ഷണം സച്ചിനോടും വിളമ്പാൻ പറയുന്നു. അതെന്തിനാന്ന് ചോദിച്ചപ്പോൾ, ഞാൻ പറഞ്ഞത് നീ കേട്ടാൽ മതി, ചെയ്യടാന്ന് പറയുമ്പോൾ വേഗം രേവതിക്കുള്ള ഭക്ഷണങ്ങളും സച്ചി റെഡിയാക്കുന്നുണ്ട്. അതിനുശേഷം സച്ചിയോട് പറയുന്നുണ്ട്, നീ കഴിക്കാൻ വരട്ടെ, ഒരു
പിടി ചോറ് എടുത്തിട്ട് രേവതിയുടെ വായിൽ വെച്ച് കൊടുക്കാൻ പറയുന്നു. ഇതൊക്കെ എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അതെന്റെ ആഗ്രഹമാണ്, കല്യാണ പന്തലിൽ നിങ്ങൾ ശത്രുക്കളായിട്ടല്ലേ ഇരുന്നത്, അതുകൊണ്ട് തന്നെ ഇതെനിക്ക് കാണണം എന്ന് പറഞ്ഞപ്പോൾ സച്ചി മനസ്സോടെ രേവതിയുടെ വായിലേക്ക് ഒരു ഉരുള ചോറ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ രേവതിയോടും അങ്ങനെ തിരിച്ചു ചെയ്യാൻ പറയുമ്പോൾ രേവതി പറയും അയ്യോ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയുന്നത് കേക്ക് രേവതി എന്ന് പറയുമ്പോൾ രേവതിയും എന്തായാലും സച്ചിക്ക് ചോറ് വിളമ്പി വായിൽ വെച്ച് കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. എന്തായാലും സച്ചി രേവതിയുടെ കയ്യിലെ ഭക്ഷണം ഇങ്ങനെ കടിക്കാൻ പോണ രീതിയിലൊക്കെ ഇനി മേടിക്കുന്നത്. അത് കാണുമ്പോൾ രേവതിക്ക് പേടിയാവുന്നുണ്ട്. രേവതി അയ്യോ മുത്തശ്ശി എന്ന് വിളിച്ച് അലറി വിളിക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.